ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചെന്ന് കരുതുന്നു. നമ്മളിവിടെ നന്നായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണോ കേക്കിന്റെ റെസിപ്പി കാണിക്കുന്നതെന്ന്. ഇത് ഞാൻ എങ്ങനെ റെസിപ്പി ചെയ്യണമെന്ന് വിചാരിച്ചെടുത്തതല്ല. നമ്മളിവിടെ ഓറഞ്ച് വാങ്ങിച്ചു. അപ്പോൾ ഓറഞ്ച് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഒരു കൊതി, ഒരു ഓറഞ്ചിന്റെ കേക്ക് കഴിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയത്. അപ്പോൾ ഞാൻ കരുതി നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ ബാക്കി കേക്കിന്റെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചെയ്തിട്ട് എന്തായാലും കമന്റ്സ് അറിയിക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ എന്താ അതിനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അങ്ങ് ഒരുപാട് കുത്തി നിറച്ചല്ല എടുത്തിരിക്കുന്നത്. അപ്പം ഞാനത് ഒരു അരിപ്പയിലേക്ക് ഇടുവാണേ. ഞാൻ ഒരു തവണ മാത്രമേ കേക്ക് ഉണ്ടാക്കുമ്പം അരിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2-3 തവണ അരിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ അരിച്ചെടുത്താലും നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇടുവാണേ. പിന്നെ ഞാൻ ഒരല്പം ബേക്കിംഗ് സോഡ കൂടി ഇടുന്നുണ്ട്. കുറച്ച് മതി, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മൈദയൊക്കെ ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഞാനൊരു കേക്ക് ടിൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഓയിൽ തടവിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ പേപ്പർ ഉണ്ടല്ലോ, അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നമ്മൾ ഈ ടൈമിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ബാറ്ററെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കേക്ക് ടിൻ റെഡിയാക്കാനായിട്ട് പോകരുത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ ഞാനിനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പം സ്വാഭാവികമായിട്ട് ഓറഞ്ച് വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അല്ലാണ്ട് ഓറഞ്ചിൻ്റെ ഫുഡ് കളറോ എസൻസോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ഓറഞ്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ സ്കിൻ ഈ ഒരു പീലർ കൊണ്ട് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ചിരണ്ടി എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേറ്റ് ചെയ്തോ എങ്ങനെയും എടുക്കാം. പക്ഷേ ഈ അകത്തുള്ള വെള്ള ഭാഗം വരരുത്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ നീര് കൂടി പിഴിഞ്ഞെടുക്കണം. അപ്പം ഞാൻ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം എടുത്തിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ജ്യൂസും എടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ കേക്കിന് നമ്മൾ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ആ ഒരു കേക്കിന് ഓറഞ്ചിൻ്റെ ആ ഒരു നല്ലൊരു മണം ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ സ്കിന്ന് ചേർത്തിരിക്കണം. അപ്പം നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. ഞാൻ ഇവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്തതല്ല, ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ ഒന്ന് മാറിയ മുട്ടയാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുവാണേ. അധികം വേണ്ട, ജസ്റ്റ് നമുക്ക് ആ ഒരു മുട്ടയുടെ ആ ഒരു സ്മെല്ല് വരാതിരിക്കാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ വാനില എസൻസും പിന്നെ ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാം. പഞ്ചസാര പൊടിച്ചതല്ല കേട്ടോ, പഞ്ചസാര ഒന്ന് അലിയുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞതാ, നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്കിത് മിക്സിയിൽ വേണമെങ്കിലും അടിച്ചെടുക്കാം. നമ്മൾ ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓയിൽ ചേർക്കാൻ പോവാം. ഇത് 1/2 കപ്പ് ഫുള്ളില്ല, ഇത് ഞാൻ 1/2 കപ്പ് എടുത്തിട്ട് അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിലും കൂടി ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മൈദ ഇവിടെ റെഡിയാണ്. അപ്പം നമുക്കിനി ഇത് അടുത്തതായിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾക്ക് ബേക്ക് ചെയ്യാനുള്ളൊരു പാത്രം ഉണ്ടല്ലോ, അത് നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കണം. കാരണം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ ആവണം നമ്മൾ ആ പാത്രം വെച്ച് ചൂടാക്കി എടുക്കുന്നത്. എങ്കിലേ അതൊന്ന് ചൂടായി വരത്തുള്ളൂ. അതല്ലെങ്കിൽ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചൂടാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പിന്നെ നന്നായിട്ട് പൊങ്ങി വരത്തില്ല. അപ്പം ഞാൻ എന്തായാലും ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഞാനിതിവിടെ അടച്ചു വെക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ
കേക്കിനുള്ള എല്ലാം മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് കുറേശ്ശെ മൈദ ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർക്കരുത്. ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ശക്തിയായിട്ട് ഇളക്കരുത്. നമുക്ക് കൈകൊണ്ട് വേണേലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഈ മൈദ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു കളറ് കേക്കിന് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 തുള്ളി ഓറഞ്ച് ഫുഡ് കളർ ചേർക്കാം. പക്ഷെ ഞാനൊന്നും ചേർക്കുന്നില്ല. എനിക്കത് ആ ഒരു കളറ് ചേർക്കാൻ അത്ര താല്പര്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 ഡ്രോപ്പ് മാത്രം ചേർക്കാം. ഞാൻ എന്താ ഇതിൽ കംപ്ലീറ്റ് മൈദയും ചേർത്തിട്ടുണ്ട്. ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ മൈദയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1/2 കപ്പാണ് ഉള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് തന്നെ ഓറഞ്ചിൻ്റെ തൊലിയും ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി കുഞ്ഞായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എനിക്ക് അറിയാനുള്ള മടി കൊണ്ട് ഞാനിങ്ങനെ അങ്ങ് എടുത്തതാണ് കേട്ടോ. ഞാൻ കുറച്ച് നല്ല മടിച്ചിയാണ്. അപ്പോൾ ഇതോടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ ഈ ഒരു തൊലിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴല്ലോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ എല്ലാം കൂടി ചേർത്ത് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാനിനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലേക്കും കൂടി ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല. ഞാനങ്ങനെ സൈഡിൽ ഇടാറില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ അടിക്ക് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഇതാ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇങ്ങനൊരു ഫോർക്ക് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. നമ്മുടെ ചൂടാക്കാൻ വെച്ച പാത്രവും അവിടെ റെഡിയാണ്. അപ്പം നമുക്ക് നമ്മുടെ കേക്കിനെ ഒന്ന് വേകാനായിട്ട് വെക്കാം. വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ അടച്ചു വെക്കുകയാണേ. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിവശം മാത്രം വെന്ത് വരും. അതൊന്നും വെന്ത് വരത്തില്ല. അപ്പോൾ എപ്പോഴും കുറച്ച് വെക്കണം. പിന്നെ ഇതാ ഇതുപോലൊരു 2 തുണി കൂടി ഞാൻ എൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് കുക്കായി വരുകയും ചെയ്യും. കാരണം ചൂട് പുറത്തേക്ക് പോകത്തില്ല. അപ്പം നമുക്കിനി ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് വെച്ചിട്ട് 45 മിനിറ്റോളം ആയി. ഞാനൊന്ന് നോക്കട്ടെ. അതാ ഏകദേശം ആയെന്ന് തോന്നുന്നു. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇടയ്ക്ക് തുറന്നിട്ടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുവാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരത്തില്ല. നോക്കട്ടെ, ഞാനൊരു ഫോർക്ക് ഇട്ടൊന്ന് കുത്തി നോക്കുവാണേ. ഇതാ കണ്ടോ, വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അകമൊക്കെ ഇതാ ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. എല്ലാ ഭാഗവും ഒന്ന് നോക്കട്ടെ. അതാ ആ ഭാഗത്തൊരു ഇത്തിരി വേവാനുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ തുണിയിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടേ. ഇപ്പോൾ കേക്ക് ഒന്ന് നോക്കിയാലോ. ഞാനൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ഇതാ സൈഡൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. നന്നായിട്ട് പൊങ്ങിയെല്ലാം വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ കേക്കെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് എല്ലാം ഓഫ് ചെയ്യാം. നമ്മുടെ കേക്ക് എടുത്ത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ കേക്ക് ടിന്നിൽ നിന്ന് നമ്മൾ ഈ കേക്ക് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കേക്ക് ആണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇതാ നമ്മുടെ കേക്ക് ടിന്നിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നല്ല സ്പോഞ്ച് പോലെ കണ്ടോ ഒട്ടും എന്താ പറഞ്ഞേ കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇതാ എല്ലാ ഭാഗവും ഒരുപോലെയൊക്കെ വെന്ത്
എത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് വൈകിട്ടൊക്കെ ആണെങ്കിലും നല്ല എളുപ്പമായിട്ട്. ഇപ്പോൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ടൈം എടുക്കും. കാരമൽ ഉണ്ടാക്കാനും എല്ലാത്തിനും നമുക്ക് കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്